മോണ്ടിസോറി മെത്തേഡ്സ് ആൻഡ് ഫിലോസഫി എന്ന ചാപ്റ്റർ ആ ഒരു സബ്ജക്റ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് ബേസിക്സ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. എന്താണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ? അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നാം ധാരാളം കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്താണ്? മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആരാണ് അതിൻ്റെ ഫൗണ്ടർ? എന്താണ് ഈ മെത്തേഡിൽ ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ്? തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട, ലോകത്തെ മാറ്റിമറിച്ച, ലോകത്ത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു ഇറ്റാലിയൻ സയൻറ്റിസ്റ്റിൻ്റെ ഫോട്ടോ കാണാം. ഇതാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി. ഇദ്ദേഹമാണ് ഇന്ന് നാം പഠിക്കുന്ന ഈ സബ്ജക്റ്റിൻ്റെയും അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കരിക്കുലത്തിൻ്റെ ഉപജ്ഞാതാവ്, ഫൗണ്ടർ. ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ദ ഗ്രേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ഈസ് അച്ചീവിങ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ലൈഫ്. ഒരു ഏറ്റവും കൂടുതൽ ഒരു വിദ്യാർത്ഥിയിൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് അത് ആ വിദ്യാർത്ഥിയുടെ ആദ്യകാലങ്ങളിലാണ്. മീൻസ് ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ലൈഫ്. ആദ്യ സമയങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ദെൻ ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് കെയർ ഷുഡ് ബി ടേക്കൺ. ആ സമയത്താണ് ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ കെയർ നൽകേണ്ടത്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകേണ്ടത്, ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു കുട്ടിയുടെ ആദ്യകാലങ്ങളിലാണ്. അഥവാ പ്രസവിക്കപ്പെട്ട സമയം നമുക്ക് 3 വയസ്സ് മുതൽ, ഒന്നുകിൽ പ്രസവിച്ചത് മുതൽ 3 വയസ്സ് വരെ, അല്ലെങ്കിൽ 3-നും 6-നും ഇടയിൽ വരെ, 6 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ സമയത്ത് കൊടുക്കുന്ന കെയറും സപ്പോർട്ടുമാണ് അവരുടെ പിൽക്കാലത്തെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. ഇഫ് ദിസ് ഈസ് ഡൺ then the child does not become a burden. ആദ്യ സമയങ്ങളിൽ നാം നല്ല ഒരു കെയർ വിദ്യാർത്ഥിക്ക് കൊടുത്താൽ ഒരിക്കലും തന്നെ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ മകൻ, ആ കുട്ടി നമുക്കൊരു ബേർഡനായിട്ട് മാറില്ല. ഹി വിൽ റിവീൽ ഹിംസെൽഫ് ആസ് ദ ഗ്രേറ്റസ്റ്റ് മാർവൽ ഓഫ് നേച്ചർ. ആ കുട്ടി സ്വന്തമായി തന്നെ റിവീൽ ചെയ്ത് വളർന്ന് ഈ ഒരു നേച്ചറിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ വലിയൊരു വരദാനമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുമെന്നതാണ് ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ മഹത്വമുള്ള ഒരു വചനം. ഇനി നമുക്കറിയാം എന്താണ് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ഡെവലപ്ഡ് ബൈ ഡോക്ടർ മറിയ മോണ്ടിസോറിയാണ് ഉണ്ടാക്കിയത്. ഈസ് എ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷണൽ അപ്രോച്ച്. ഇതൊരു ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷണൽ അപ്രോച്ചാണ്. അഥവാ കുട്ടിക്കാണ് പ്രാധാന്യം. കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുക, കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക, ആ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് കുട്ടിക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ വളരാനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന ഒരു അപ്രോച്ച് ബേസ് ചെയ്തുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് ഒബ്സർവേഷൻസ് ഓഫ് ചിൽഡ്രൻ ഫ്രം ബർത്ത് ടു അഡൽട്ട്ഹുഡ്. അപ്പോൾ ഡോക്ടർ മറിയ മോണ്ടിസോറി ചെയ്തത് എന്താ? ആ കുട്ടിയുടെ ജനനം മുതൽ അവരുടെ അഡൽട്ട്ഹുഡ് വരെയുള്ള വ്യത്യസ്ത മേഖലകൾ, വ്യത്യസ്ത തലങ്ങളിൽ കൃത്യമായ ഒബ്സർവേഷൻ നടത്തി, അതും ശാസ്ത്രീയമായ ഒബ്സർവേഷൻ നടത്തിയിട്ട് അതിലൂടെ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി ഇങ്ങനെ ഒരു മെത്തേഡ് ആവിഷ്കരിച്ചിരിക്കുന്നത്. സോ ഡോക്ടർ മോണ്ടിസോറീസ് മെത്തേഡ് ഹാസ് ബീൻ ടൈം ടെസ്റ്റഡ് വിത്ത് ഓവർ 100 years ഓഫ് സക്സസ് ഇൻ ഡിവേഴ്സ് കൾച്ചേഴ്സ് ത്രൂ ഔട്ട് ദ വേൾഡ്. ഏകദേശം 100 വർഷത്തോളം ഇവർ നടത്തിയ വ്യത്യസ്ത ടെസ്റ്റുകളും വ്യത്യസ്ത പഠനങ്ങളുമാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഈ ഒരു മോണ്ടിസോറി മെത്തേഡിൻ്റെ അനന്തരഫലം. The Montessori approach is possibly best known today for the contribution it makes to our understanding of the importance of learning through the senses and the development of learning materials that are today referred to as educational toys. അവരെ ഏറ്റവും കൂടുതൽ അന്ന് അവർ നടത്തിയ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ പഠനങ്ങളും ഒക്കെ ഇന്ന് എഡ്യൂക്കേഷണൽ ടോയ്സ് ആയിട്ട്
ഇന്ന് പഠിക്കാൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അത് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള ഒരു ടോയ്സ് ആയി നാം ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിൽ ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. സോ ദിസ് യൂണിറ്റ് എയിംസ് അറ്റ് പ്രൊവൈഡിങ് ആൻ ഓവർവ്യൂ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഹിസ്റ്ററിയാണ്, എങ്ങനെയാണ് മോണ്ടിസോറി വന്നത്, അതിൻ്റെ എയിംസ് എന്താണ്, അതിൻ്റെ ഫിലോസഫി എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ് എന്നൊക്കെ കൃത്യമായി നാം ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ കീ കോൺസെപ്റ്റ്സ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ, ദ ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ, ചൈൽഡ് ആൻഡ് ഫേവറബിൾ എൻവയോൺമെൻറ്റ് ആർ ഓൾസോ ഡിസ്കസ്ഡ് ഇൻ ദിസ് യൂണിറ്റ്. ഇവിടെ ഒരു ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ട്. മൂന്നാളുകൾ കൂടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇവിടെ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നാമത്തത് ദ ചൈൽഡാണ്, ചൈൽഡ്, ടീച്ചർ ആൻഡ് ദ എൻവയോൺമെൻറ്റ്. ഇത് മൂന്നും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് മോണ്ടിസോറി മെത്തേഡ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ കുട്ടിയും ടീച്ചറും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. അതേപോലെ തന്നെ ആ കുട്ടിയും ടീച്ചറും റിലേഷൻഷിപ്പിലേക്ക് വരുന്നതോടൊപ്പം തന്നെ നല്ല ഒരു എൻവയോൺമെൻറ്റ്, കുട്ടിയുടെ ആ ചുറ്റുപാട്, പഠിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റും കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ശരിക്കും ഈ ഒരു മോണ്ടിസോറി എഡ്യൂക്കേഷൻ വർക്കൗട്ട് ആവുന്നത്. അതുകൊണ്ട് ഈ ഒരു ട്രയാങ്കുലർ റിലേഷൻഷിപ്പ്, ഒരു ത്രികോണ ബന്ധം എന്നാണ് നമുക്ക് പറയുന്നത്. ത്രികോണം എന്ന് പറഞ്ഞാൽ അറിയാം, അതിൻ്റെ 3 വശങ്ങളും ചൈൽഡ്, ടീച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്, ഇത് മൂന്നും ചേരുമ്പോൾ എത്രമാത്രം സപ്പോർട്ടീവ് ആവുന്നുണ്ട് മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നുള്ളത് നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്പെഷ്യൽ ഫോക്കസ് ഈസ് ഗിവൺ ടു ഓൾ ദ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ സോ ദാറ്റ് ദ ലേണർ ക്യാൻ കൺവേർട്ട് നോളജ് ആൻഡ് സ്കിൽ നെസസറി ഫോർ മോണ്ടിസോറി ടീച്ചിങ്. അപ്പോൾ മോണ്ടിസോറി ടീച്ചിങ്ങിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഈ ഒരു തിയറിറ്റിക്കൽ ആസ്പെക്റ്റുകൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനമായും നോക്കാനുള്ളത് എയിംസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആണ്. മോണ്ടിസോറി എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് മോണ്ടിസോറിയിൽ പ്രധാനമായും മറിയ മോണ്ടിസോറി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ഒരു പഠന മെത്തേഡിലൂടെ, പാഠ്യപദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഒന്നാമത്തത് അസിസ്റ്റ് ചിൽഡ്രൻ ഇൻ ദെയർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എബിലിറ്റി. കുട്ടികളുടെ മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കഴിവുകളിൽ സഹായിക്കുക. ടു വർക്ക് അപ്രോപ്രിയേറ്റ്ലി ഇൻ ദ എൻവയോൺമെൻറ്റ്, അതായത് അവരുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട്, ആ എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സഹായം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടിക്ക് ഓൾറെഡി ജന്മന മെൻ്റലായും ഫിസിക്കലായിട്ടുള്ള ഒരുപാട് എബിലിറ്റീസ് ഉണ്ട്, കഴിവുകളുണ്ട്. ആ കഴിവുകളെ സഹായിക്കുക, അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് മോണ്ടിസോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം. രണ്ടാമത്തത് അലോ ചിൽഡ്രൻ ടു ഹാവ് ഫ്രീഡം കപ്പിൾഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി. കുട്ടികൾക്ക് 2 കാര്യം കപ്പിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. ആ കുട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം എന്ന് വെച്ചിട്ട് എന്തെങ്കിലും പഠിക്കാമെന്നല്ല, ആ പഠിക്കുന്നതിന് ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ. അത് നമ്മൾ പിന്നീട് മോണ്ടിസോറി മെറ്റീരിയലൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് നാം പഠിക്കും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മോണ്ടിസോറി മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്ന് അത് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം ആ കുട്ടിക്കാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ആ മോണ്ടിസോറി മെറ്റീരിയൽ എവിടെ നിന്നാണോ എടുത്തു കൊണ്ടുവരുന്നത്, അത് എന്താണോ ചെയ്യുന്നത്, ചെയ്തിട്ട് അത് തിരിച്ച് അത് കൊണ്ടുവെക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം കൂടി ആ കുട്ടിയിൽ തന്നെ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് മോണ്ടിസോറി എഡ്യൂക്കേഷൻ്റെ എയിമാണ് അലോ ചിൽഡ്രൻ ടു ഹാവ് ഫ്രീഡം കപ്പിൾ വിത്ത് റെസ്പോൺസിബിലിറ്റി. കുട്ടിക്ക് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ഒരുമിച്ച് നൽകുക. ദെൻ മൂന്നാമത്തത് ക്രിയേറ്റ് ഇൻ ദ ചൈൽഡ് ദ സെൻസ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടിയുടെ മനസ്സിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തി ഡിസിപ്ലിൻ ഉണ്ടാക്കരുത്. ഉദാഹരണത്തിനാണെങ്കിൽ നാം ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്നവരാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് നമുക്കറിയാം. അപ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എങ്കിൽ പോലീസ് കണ്ടാൽ പിടിക്കും, പോലീസ് ഫൈൻ ഇടും എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ചില ആളുകൾ സീറ്റ് ബെൽറ്റ് ധരിക്കില്ല, പോലീസിനെ കാണുമ്പോൾ മാത്രം വേഗം സീറ്റ് ബെൽറ്റ് ഇട്ട് അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അത് സെൽഫ് ഡിസിപ്ലിൻ അല്ല, കാരണം അത് പോലീസിനെ പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിയിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ ചിന്തിക്കുകയാണ്, ഞാൻ ബെൽറ്റ് ധരിച്ചില്ല എങ്കിൽ അപകടം പറ്റിയാൽ എനിക്കാണ് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കുകയും
സ്വന്തം തിരിച്ചറിഞ്ഞ് ബെൽറ്റ് ഇടുകയും ചെയ്യുമ്പോഴാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത്, പണ്ടൊരാൾ ഒരു കുട്ടിയോട് ചോദിച്ചു, ഈ ജയിലും നമ്മുടെ വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ജയിലും വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ജയിലാണെങ്കിൽ നാം എന്ത് ചെയ്യുന്നു, അകത്ത് കയറിയാൽ പുറമേ നിന്നും എന്ത് ചെയ്യുന്നു, വാതിലടക്കുന്നു. ഓക്കെ, ജയിലിൻ്റെ അകത്തേക്ക് കയറിയാൽ പുറമേ നിന്നാണ് വാതിലടക്കുന്നത്, അതാണ് ജയിൽ. എന്നാൽ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നാം അകത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, വാതിലടക്കുന്നത്. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ജയിലിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടില്ല. അപ്പോൾ സെൽഫ് ഡിസിപ്ലിനും എന്ന് പറഞ്ഞാൽ സ്വന്തമായി നാം ഒരു കാര്യം തീരുമാനിച്ച് സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട് വരുന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ഡിസിപ്ലിൻ, മോണ്ടിസോറി മെത്തേഡ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകും. ആ കുട്ടി ഒരു സാധനം എടുത്താൽ എടുത്ത സ്ഥലത്ത് തിരിച്ചു വെക്കും. അതാണ് മോണ്ടിസോറിയിൽ പഠിപ്പിക്കുന്നത്. കോൺസെൻട്രേഷൻ, പിന്നെ പൂർണ്ണമായും ശ്രദ്ധ, ആ ഏകാഗ്രത, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കുട്ടിയിൽ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക, കോൺസെൻട്രേഷൻ ഉണ്ടാക്കുക, മോട്ടിവേഷൻ, അവർക്ക് പ്രചോദനം നൽകുക, സെൻസിറ്റിവിറ്റി ടു തിങ്സ് അറൗണ്ട് ഹിം, ആ കുട്ടിയുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളിൽ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുക. ഇതെല്ലാം തന്നെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ്റെ എയിംസ് ആണ്. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക, കോൺസെൻട്രേഷൻ ഉണ്ടാക്കുക, മോട്ടിവേഷൻ ഉണ്ടാക്കുക, സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുക, ഇതെല്ലാം തന്നെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിമുകളാണ്. അതേപോലെ തന്നെ മറ്റൊരു എയിം ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ സ്കിൽസ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. സോഷ്യൽ സ്കില്ലുകൾ ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ സാധാരണ മെത്തേഡുകൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ആ കുട്ടി A+ നേടുന്നു, B+ നേടുന്നു, റാങ്ക് നേടുന്നു, വലിയ ആളാവുന്നു. പക്ഷേ ആ കുട്ടിക്ക് സോഷ്യൽ സ്കില്ലുകളില്ല. ആരോട് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ആരോടെങ്കിലും പെരുമാറാൻ അറിയില്ല. അങ്ങനെ സോഷ്യൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പ്രധാനമായും മോണ്ടിസോറി എഡ്യൂക്കേഷൻ്റെ ഒരു എയിമാണ്. അതേപോലെ തന്നെ ഇമോഷണൽ ഗ്രോത്ത് ആണ്. ഇമോഷണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായ ഒരു ഡെവലപ്മെൻറ്റ്. കുട്ടിക്ക് ചിരിക്കാനും കളിക്കാനും വൈകാരികമായ പക്വത കൈവരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല്. അതേപോലെ തന്നെ ഫിസിക്കൽ കോർഡിനേഷൻ ആസ് വെൽ ആസ് കോഗ്നിറ്റീവ് പ്രിപ്പറേഷൻ. പിന്നെ അതേപോലെ ഫിസിക്കലായിട്ടുള്ള കോർഡിനേഷനും ചിന്താപരമായ കോഗ്നിറ്റീവായിട്ടുള്ള പ്രിപ്പറേഷനും ഒക്കെ നമുക്ക് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അത് പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയലൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അതേപോലെ തന്നെ ഹെൽപ്പ് ദ ചിൽഡ്രൻ അക്വയർ എ സെൻസ് ഓഫ് കോമൺ ഹ്യൂമനിറ്റി ദാറ്റ് ബൈൻഡ്സ് പീപ്പിൾ ഓഫ് ഓൾ റേസസ്. അത് മാത്രമല്ല, ഒരു ഹ്യൂമനിറ്റി, മനുഷ്യത്വം ഉണ്ടാക്കുക. മനുഷ്യത്വം ഏത് ഗോത്രത്തിൽപ്പെട്ട ആളാണെങ്കിലും, കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും അതേപോലെ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അവൻ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഏത് ഗോത്രത്തിലുള്ള ഏത് തരത്തിലുള്ള ആളുകളോടും ഒരു ഹ്യൂമനിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളത് മോണ്ടിസോറിയുടെ ലക്ഷ്യമാണ്. അതേപോലെ തന്നെ ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്കൂൾ ആൻഡ് ലേണിംഗ്. കുട്ടികൾ സ്കൂളിനോടും അതേപോലെ പഠനത്തോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളോടും അതുപോലെ തന്നെ സ്കൂളിനോടും പഠനത്തോടും. സാധാരണ ട്രഡീഷണൽ മെത്തേഡുകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ വളരെ പ്രയാസം കാണിക്കുന്നത് കാണാം. അവർ സ്കൂളിൽ പോകുമ്പോൾ വളരെ പ്രയാസം കാണിക്കും, ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയും. പക്ഷേ ഒരു സ്കൂളിൽ പോകാനും അതിനോട് നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനും മോണ്ടിസോറി മെത്തേഡിന് തീർച്ചയായും കഴിയുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഫോം എക്സ്റ്റെൻഡഡ് ഹാബിറ്റ്സ് ഓഫ് കോൺസെൻട്രേഷൻ, ഇനീഷ്യേറ്റീവ് ആൻഡ് പെർസിസ്റ്റൻസ്. പിന്നെ മോണ്ടിസോറി മെത്തേഡ് പഠിക്കുന്ന കുട്ടികളിൽ നല്ല കോൺസെൻട്രേഷൻ പവർ ഉണ്ടാവും, ഏകാഗ്രത ഉണ്ടാവും, ഇനീഷ്യേറ്റീവ്, അവരെല്ലാത്തിലും മുൻകൈ എടുക്കും, എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവർ അവരായിരിക്കും. ആൻഡ് പെർസിസ്റ്റൻസ്, പിന്നെ ഒരു എല്ലാത്തിനോടും ഒരു കൃത്യതയും ഒരു ആത്മാർത്ഥതയും എല്ലാം തന്നെ കുട്ടിക്ക് ആ ഒരു മോണ്ടിസോറി മെത്തേഡ് പഠിക്കലിലൂടെ ഉണ്ടാവും. അതും അതിൻ്റെ എയിമാണ്. മറ്റൊന്ന്, പ്രൊവൈഡ് എ കെയർഫുള്ളി പ്ലാൻ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെൻറ്റ് വെർ ചിൽഡ്രൻ ആർ ഫ്രീ ടു റെസ്പോണ്ട് ടു ദെയർ നാച്ചുറൽ ഡ്രൈവ് ടു വർക്ക് ആൻഡ് ലേൺ. പിന്നെ കുട്ടിക്ക് അവരുടേതായ സ്വന്തം താല്പര്യത്തിലൂടെ
ഒരു നാച്ചുറലായി വർക്ക് ചെയ്യാനും പഠിക്കാനുമുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക. സാധാരണ മോണ്ടിസറി സ്കൂളുകൾ ഒരു വീട് പോലെയാണ് ഉണ്ടാവുക. നിങ്ങൾ പിന്നീട് അറിയുന്നത് ഒരു വീട് പോലെയാണ് ഉണ്ടാവുക. ആ വീട്ടിലെ വ്യത്യസ്ത റൂമുകൾ പോലെ വ്യത്യസ്ത റൂമുകളിൽ വ്യത്യസ്ത ലേണിംഗ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാക്കുക. അപ്പോൾ കുട്ടിക്ക് സ്വന്തമായി നാച്ചുറലായി അതിൽ വർക്ക് ചെയ്യാനും ലേൺ ചെയ്യാനും എന്ത് ചെയ്യും, തീർച്ചയായും ഒരു താല്പര്യം ഉണ്ടാകും. അതാണ് മോണ്ടിസോറി മെത്തേഡിൻ്റെ മറ്റൊരു എയിം. അതേപോലെ തന്നെ അവേക്കൺ ദ ചൈൽഡ് സെൻസ് ഓഫ് ഇമാജിനേഷൻ. പിന്നെ ഏറ്റവും പ്രധാനമായും ഒരു കുട്ടിക്ക് രൂപപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഇമാജിനേഷൻ പവർ. നമുക്ക് ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ ഇമാജിനേഷൻ പവർ കൂട്ടാനുള്ള ഒരുപാട് ട്രിക്കുകളും മെറ്റീരിയലുകളും മോണ്ടിസോറിയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻകറേജ് ദ ചൈൽഡ്സ് ഇൻഹറൻറ്റ് ലവ് ഓഫ് ലേണിംഗ്. അതുമാത്രമല്ല കുട്ടിയുടെ അകത്തളങ്ങളിൽ ജന്മനായുള്ള ഇൻഹറൻ്റായിട്ട് എല്ലാ കുട്ടിയിലും പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാകും. അപ്പോൾ ആ പഠിക്കാനുള്ള ആഗ്രഹം നമ്മൾ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? പല രക്ഷിതാക്കളും കുട്ടികളെ പേടിപ്പിച്ചിട്ടാണ്. പലപ്പോഴും 2 വയസ്സാവുന്ന സമയത്ത് കരയുമ്പോൾ രക്ഷിതാക്കൾ പറയും, നിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തും, സ്കൂളിൽ ചേർക്കും. സ്കൂളിൽ ചേർത്താൽ നിന്നെ അവിടെയുള്ള അധ്യാപകർ അടിക്കും, ടീച്ചർ അടിക്കും, മാഷ് അടിക്കും, നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ കുട്ടി മനസ്സിലാക്കുന്നത് സ്കൂൾ എന്ന് പറയുന്നത് അടിക്കാനാണ്, അല്ലെങ്കിൽ നമുക്ക് ആക്രമിക്കാനാണ്, അത് വലിയ ഒരു ഭീകരമായ ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയല്ല, കുട്ടിയുടെ ഇൻഹറൻ്റായിട്ട് തന്നെ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു കഴിവും ഒരു സ്നേഹവും ഒക്കെ ഉണ്ട്. അതിനെ നമ്മൾ എൻകറേജ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു മോണ്ടിസോറി മെത്തേഡിൻ്റെ പ്രധാനപ്പെട്ട എയിമാണ്. ഇനി നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ. എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഇത് വന്നത് എന്നാണ് നമ്മൾക്കൊന്ന് ഓടിച്ചു നോക്കാനുള്ളത്. ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century, 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഡോക്ടർ മറിയ മോണ്ടിസറി ഡിസൈഡ് ടു അഡ്രസ് ദ പ്രോബ്ലം ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് എ ഫ്രഷ് ഔട്ട്ലുക്ക്. അപ്പോൾ ശരിക്കും അവിടെ 20ാം സെഞ്ച്വറിയുടെ ആദ്യ പകുതിയിലാണ് മറിയ മോണ്ടിസോറി എന്ത് ചെയ്യുന്നത്, പുതിയ ഒരു ഫ്രഷ് ഔട്ട്ലുക്കിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. സോ ഇൻ എഫക്ട് ഷീ റീഡിസൈൻ എഡ്യൂക്കേഷൻ ഫ്രം ദ ഗ്രൗണ്ട് അപ്പ്. ഹൗ ഡോക്ടർ മോണ്ടിസോറി വെന്റ് അബൌട്ട് ഡെവലപ്പിംഗ് ദ ന്യൂ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ശരിക്കും ഈ ഒരു മറിയ മോണ്ടിസോറി ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിന്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യം ഇവർ ചെയ്തെന്താന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് കസാ ഡെ ബാംബിനി എന്ന് പറയുന്നത് ഒരു വീടാണ്. ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യമായിട്ട് ഇവർ ഒരു വീട് എന്ന ഒരു കോൺസെപ്റ്റാണ് ഇവർ ചിന്തിച്ചത്. ഹൗസ് ഓഫ് ചിൽഡ്രൻ. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അറൗസ്ഡ് മച്ച് ഡിസ്കഷൻ ഓൺ ദ റിവേഴ്സ്ഡ് റോൾ ഓഫ് ദ അഡൽട്ട്സ് ആൻഡ് ദ ചൈൽഡ്. ശരിക്കും അവിടെ എന്താണ് ഒരു ടീച്ചറുടെ റോള് എന്നുള്ളതാണ് ആദ്യമായി ഡോക്ടർ മറിയ മോണ്ടിസോറി എന്ത് ചെയ്തത്, ചർച്ച ചെയ്തത്. ഓക്കെ, അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മോണ്ടിസോറി മെത്തേഡിൽ ടീച്ചർ എന്ന പദം ശരിക്കും ഇല്ല. ഒരു ടീച്ചർ എന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്നത് അഡൽറ്റ് എന്നാണ്. അപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ആധികാരികതയായി, ഒരു അഹങ്കാരമായി ടീച്ചർ പറയുന്നത് പോലെ കേൾക്കണം എന്ന ഒരു ലെവലിലേക്ക് വന്നു. അതുകൊണ്ടാണ് ആ ടീച്ചർ എന്ന പദം തന്നെ മാറ്റിയിട്ട് അഡൽറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അഡൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവർ എന്നാണ് അർത്ഥം. അപ്പോൾ അഡൽറ്റ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. മറ്റ് ഡിസ്കഷൻ ഓൺ ദ റിവേഴ്സ്ഡ് റോൾ ഓഫ് ദ അഡൽറ്റ് ആൻഡ് ദ ചൈൽഡ്. ദ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി ഈസ് ദ ലേണിംഗ് ബൈ ദ ചൈൽഡ് ഹിംസെൽഫ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലേണിംഗ് ബൈ ദ ചൈൽഡ് ഹിംസെൽഫ്. ആ കുട്ടി സ്വന്തമായി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പഠിക്കുന്നത്. അപ്പോൾ കസാ ഡെ ബാംബിനി എന്ന് പറയുന്നത് ഈ ഒരു ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്ന അർത്ഥത്തിലാണ്, ഒരു വീടാണ്. ആ വീട്ടിൽ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കുട്ടി സ്വന്തമായി അവിടെ ചെയ്ത് പഠിക്കുന്നു. ഹീ ക്യാൻ ചൂസ് ആൻഡ് ഒക്കുപ്പൈ ദ മെറ്റീരിയൽസ് ആൻഡ് ഹിസ് മൂവ്മെൻറ്റ്സ്. ആ കുട്ടിക്ക് തന്നെ ഏത് മെറ്റീരിയൽ വേണമെന്ന് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ആ കുട്ടിക്ക് തന്നെ ഏത് മൂവ്മെൻറ്റിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാം. The first Casa de Bambini were not a place arranged for determined educational experiment or scientific educational research. It provided an example of initial discovery. അവിടെ ആദ്യത്തെ കസാ ഡെ ബാംബിനി ഈ ഹൗസ് ഓഫ് ചിൽഡ്രൻ ഉണ്ടാക്കിയ സമയത്ത് അവിടെ ശരിക്കും ഒരു പൂർണ്ണമായും ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള റിസർച്ച് ഒന്നും നടത്തി ചെയ്തതല്ല.
അത് ഒരു ഇനീഷ്യലായിട്ടുള്ള ഒരു ഡിസ്കവറി എന്ന രീതിയിലാണ് ആദ്യമായിട്ട് ഡോക്ടർ മറിയ മോണ്ടിസോറി കസാഡി ബാംബിനി എന്ന ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. which everything should be in proportion to the size of child has been well received. When the first school was opened in 6th January 1907, അതായത് 1907 ജാനുവരി 6 ആദ്യമായിട്ട് സ്കൂൾ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. ഫോർ 50 സ്മോൾ ചിൽഡ്രൻ ഓഫ് ഇല്ലിറ്ററേറ്റ് പാരൻസ്, എഴുത്തും വായനയും അറിയാത്ത പാരൻസിൻ്റെ മക്കൾ, അവരുടെ രക്ഷിതാക്കളുടെ മക്കൾ 50ഓളം മക്കളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഏകദേശം 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള 50ഓളം വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുന്നു, സംഘടിപ്പിക്കുന്നു. ഇവരുടെ രക്ഷിതാക്കൾക്കാണൊക്കെ അവരൊക്കെ ഇല്ലിറ്ററേറ്റ് ആണ്, അവർക്ക് എഴുത്തും വായനയും അറിയാത്തവരാണ്. ഇറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ മോണ്ടിസോറി മെത്തേഡ്, അത് ശരിക്കും മോണ്ടിസോറി മെത്തേഡൊന്നും ഉപയോഗിച്ചിട്ടല്ല തുടങ്ങിയത്. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ദാറ്റ് മെത്തേഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. പക്ഷേ ഈ സ്കൂൾ തുടങ്ങിയതിന് ശേഷം മെല്ലെ മെല്ലെ മോണ്ടിസോറി മെത്തേഡ് അവിടെ വരാൻ വേണ്ടി തുടങ്ങി. ഇനി ഇവിടെ അന്നത്തെ ഡോക്ടർ മറിയ മോണ്ടിസോറി ഉപയോഗിച്ച ടീച്ചിങ് മെറ്റീരിയൽ എന്താണ് അത് നോക്കാം. ടീച്ചിങ് മെറ്റീരിയൽസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദ ഒബ്ജക്ട്സ് പ്രസന്റഡ് ടു നോർമൽ ചിൽഡ്രൻ ഡിഡ് നോട്ട് ഹാവ് ദ സെയിം എഫക്റ്റ് ഓൺ ദ റിട്ടാർഡഡ് ചിൽഡ്രൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവർ ഉണ്ടാക്കിയ കുറേ മെറ്റീരിയൽസ് ഉണ്ട്, ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ. ഇത് സാധാരണ നോർമൽ ചിൽഡ്രൻ ഉണ്ട്, അതേപോലെ നമ്മൾ റിട്ടാർഡഡ് ചിൽഡ്രൻ, മെൻ്റലി കുറച്ച് പ്രയാസമുള്ള, മാനസിക പ്രയാസങ്ങളുള്ള അല്ലെങ്കിൽ പഠന പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്, നോർമൽ ചിൽഡ്രൻ ഉണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ ഈ നോർമൽ ചിൽഡ്രന് കൊടുത്ത അതേ എഫക്റ്റ് അല്ല റിട്ടാർഡഡ് ചിൽഡ്രൻ ഉണ്ടായത്. കുറച്ചും കൂടി മെൻ്റലി പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടുള്ള കുട്ടികളിലാണ് ഈ മെറ്റീരിയൽ കൂടുതൽ എന്തായത്, ഇഫക്റ്റീവായത്. ദ അപ്പാരറ്റസ് വാസ് യൂസ്ഫുൾ ടു അഷ്വർ ദ ഇൻട്രസ്റ്റ് ഓഫ് റിട്ടാർഡഡ് ചിൽഡ്രൻ ടു ഇംപ്രൂവ് ദെയർ മെൻ്റൽ ഹെൽത്ത്. അതാണ് ഏറ്റവും അപ്പാരറ്റസ്. അത് അപ്പാരറ്റസ് എന്ന് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം, എങ്ങനെയും പ്രൊനൗൺസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലുള്ള അപ്പാരറ്റസ്, അതിൽ പഠിക്കാനുള്ള മെറ്റീരിയൽസ് അവരെന്ത് ചെയ്യുന്നു, അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയത്, പ്രത്യേകിച്ചിട്ട് മെൻ്റലി റീട്ടാർഡഡ് ചിൽഡ്രൻസിനാണ്. അതായത് മാനസികമായി പ്രയാസമുള്ള, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കാണ് ഈ മെറ്റീരിയൽസ് ഏറ്റവും കൂടുതൽ എന്തായത്, യൂസ്ഫുൾ ആയത്. അവർക്ക് കൂടുതൽ താല്പര്യം വരാൻ തുടങ്ങി. ഡോക്ടർ മോണ്ടിസോറി ഹാഡ് ടു പുട്ട് in all her energy in persuading these children to work with this material. ഡോക്ടർ മറിയ മോണ്ടിസോറി ആദ്യം ശ്രമിച്ചത് തന്നെ നോർമൽ ചിൽഡ്രന് വേണ്ടിയിട്ടല്ല. നോർമൽ ചിൽഡ്രൻ ഓക്കെ, പക്ഷേ മെൻ്റലി റിട്ടേർഡ് ആയിട്ടുള്ള കുട്ടികളെ കൂടുതലായും അവരെ ഈ മെറ്റീരിയൽ വെച്ച് അവർ വർക്ക് ചെയ്യാനും പഠിക്കാനും വേണ്ടിയിട്ട് ഡോക്ടർ മറിയ മോണ്ടിസോറി അവരുടെ പൂർണ്ണ എനർജിയും എന്ത് ചെയ്തു, ഉപയോഗിച്ചു. ആൻഡ് വെൻ ദെൻ ചൈൽഡ് ബിക്കേം ഇൻട്രസ്റ്റഡ് ഇൻ ദ ഒബ്ജക്ട് he fixed the attention on it and went on working without rest. പിന്നെ കുട്ടിക്ക് ഇത് ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നിയ സമയത്ത് ഡോക്ടർ മറിയ മോണ്ടിസോറി ആ മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിൽ കൂടുതൽ വർക്ക് ചെയ്യാനും തുടങ്ങി. ഇൻ എ വണ്ടർഫുൾ സ്റ്റേറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി ദ കണ്ടീഷൻസ് ഓഫ് ഫസ്റ്റ് ചിൽഡ്രൻ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ചിൽഡ്രൻ എന്ന രീതിയിൽ ഇവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് നോക്കാം. ദ ചിൽഡ്രൻ വർ tearful, frightened and shy. ആദ്യമായിട്ട് വരുന്ന കുട്ടി, സ്കൂളിലേക്ക് ആദ്യം വരുന്ന കുട്ടി, അവരാദ്യം എന്ത് ചെയ്യും, നന്നായിട്ട് കരയും. അതേപോലെ തന്നെ ഭയങ്കര ഫ്രൈറ്റൻഡ് ആയിരിക്കും, അവർ നാണക്കേടായിരിക്കും. ഇവർ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ട് 3 വയസ്സുള്ള കുട്ടികളാണ് വരുന്നത്, അമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് വരുന്നത്, അവർ കരഞ്ഞുകൊണ്ടാണ് വരിക. അതാണ് ഫസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അവരാദ്യമായിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. ആ വരുന്ന സമയത്ത് അവർക്ക് നാണക്കേടുണ്ട്, കരച്ചിലുണ്ട്, ആശങ്കകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദേ വർ വെരി പുവർ ആൻഡ് സഫേർഡ് ഫ്രം മാൽന്യൂട്രീഷൻ. അത് മാത്രമല്ല പാവപ്പെട്ട വിദ്യാർത്ഥികളാണ്. അച്ഛനമ്മമാർക്ക് എഴുത്തും വായനയും അറിയില്ല. മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നാൽ മതിയായ പോഷകാഹാരം കിട്ടുന്നില്ല, ഇവർക്ക് ഭക്ഷണം മര്യാദയ്ക്ക് കിട്ടുന്നില്ല, ശരീരത്തിന് ആവശ്യമായ പോഷകഘടകങ്ങളുള്ള ഭക്ഷണം കിട്ടുന്നില്ല. So the Casady Bambini were not a real school when Dr. Montessori was given charge of the school. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ശരിക്കും ഒരു റിയൽ സ്കൂളല്ല കസാഡി ബാംബിനി എന്ന് പറയുന്നത്. സ്കൂളല്ല, ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികളുടെ ഒരു വീടായിട്ടാണ് അവർ കണ്ടത്. സ്പെഷ്യൽ ഫർണിച്ചർ ആൻഡ് സയൻറ്റിഫിക് അപ്പറാറ്റസ് വേർ പ്രിപ്പയർഡ്. അവിടെ അവർക്ക് വേണ്ടി പ്രത്യേകമായ ഫർണിച്ചറുകൾ, പ്രത്യേകമായ പഠന ഉപകരണങ്ങളും ആര് തയ്യാറാക്കി? ഡോക്ടർ മറിയ മോണ്ടിസോറി തയ്യാറാക്കി. She wanted to observe the reactions of younger normal children
ആൻഡ് ദ ഓൾഡർ റിട്ടാർഡഡ് വൺസ് ടു ദ സെയിം അപ്പാരറ്റസ്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോർമൽ ചിൽഡ്രനും അതുപോലെ തന്നെ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളുടെയും റിയാക്ഷൻസ് കൃത്യമായി ആര് നോക്കി മനസ്സിലാക്കി? ഡോക്ടർ മറിയ മോണ്ടിസോറി നോക്കി മനസ്സിലാക്കി. ഇനി ഹൗ ഡിഡ് മോണ്ടിസോറി ഫൗണ്ട് ദ റിപ്പീറ്റേഷൻ ഓഫ് എക്സസൈസസ്? എന്നിട്ട് ഈ കുട്ടികൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് മോണ്ടിസോറി ആ ഒരു റിപ്പീറ്റേഷൻ ശരിക്കും മനസ്സിലാക്കിയത്? അതിന് പിന്നിലൊരു ലോജിക്കുണ്ട്. കുട്ടികൾ ഒരു എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ എക്സസൈസിന് തന്നെ വീണ്ടും 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 സംഭവം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ഫിനോമിനൻ ദാറ്റ് awoke Montessori's attention was that of a little girl of 3 years. ഒരു 3 വയസ്സുള്ള ചെറിയ കുട്ടി, ഒരു പെൺകുട്ടി, ചെറിയൊരു ഗേൾ. ആ പെൺകുട്ടിയെ ആദ്യം മോണ്ടിസോറി ഒന്ന് ഒബ്സർവ് ചെയ്തു. ഹു വാസ് വർക്കിംഗ് ഓൺ സിലിണ്ടർ ബ്ലോക്സ്. സിലിണ്ടർ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ ഉണ്ട്, പിന്നീട് നിങ്ങൾ പഠിക്കും. മോണ്ടിസോറിയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് സിലിണ്ടർ ബ്ലോക്സ്. ഈ ബ്ലോക്സ് വെച്ചിട്ട് ഈ 3 വയസ്സുള്ള കുട്ടി ശരിക്കും എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണ്. Dr. Montessori was surprised to see that the small child was repeating that exercise with the keenest interest. അപ്പോൾ ഡോക്ടർ മോണ്ടിസോറി ഇങ്ങനെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോണ്ടിസോറി ഈ കുട്ടിയെ നോക്കുമ്പോൾ ഈ കുട്ടി ഈ സിലിണ്ടർ ബ്ലോക്സ് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വീണ്ടും 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 ഭയങ്കര താല്പര്യത്തോടു കൂടി ഈ എക്സസൈസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഷോഡ് നോ പ്രോഗ്രസ് ഇൻ സ്കിൽ ഓർ സ്പീഡ്. പക്ഷേ ഡോക്ടർ മോണ്ടിസോറി നോക്കിയ സമയത്ത് ആ കുട്ടിയിൽ ഒരു പ്രോഗ്രസ്സോ സ്കില്ലോ ഒന്നും കണ്ടില്ല. ദ അതർ ടീച്ചർ വാസ് ടോൾഡ് ടു മേക്ക് അതർ ചിൽഡ്രൻ സിങ് ആൻഡ് മൂവ് അബൌട്ട്. മറ്റു ടീച്ചർ, അവിടെയുള്ള ടീച്ചർ പറഞ്ഞു ആ കുട്ടിയോട്, നിങ്ങൾ പോയിട്ട് ഇനി നിർത്തൂ, ഇനി ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ ആക്ടിവിറ്റി പോയി ചെയ്യൂ എന്ന് പറയുന്നു. ബട്ട് ദ ഗേൾ റിപ്പീറ്റഡ് ദ എക്സസൈസ് 42 times ആൻഡ് ദെൻ സ്റ്റോപ്ഡ് ആൻഡ് വാസ് വെരി ഹാപ്പി. മാത്രമല്ല ഇത് പറഞ്ഞപ്പോഴും ആ കുട്ടി ഈ ഒരു സിലിണ്ടർ ബ്ലോക്സ് വെച്ചിട്ട് തന്നെ 42 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിർത്തുന്നത്. പക്ഷേ അപ്പോഴും കുട്ടി ഹാപ്പിയാണ്. അതോടുകൂടി മോണ്ടിസോറി, ഡോക്ടർ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി ഒരു കുട്ടിക്ക് റെപ്പീറ്റേഷൻ വളരെ ഇഷ്ടമാണ്, എക്സസൈസുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് എന്ന് ആര് മനസ്സിലാക്കുന്നു? ഡോക്ടർ മറിയ മോണ്ടിസോറി മനസ്സിലാക്കുന്നു. ഷീ വാസ് വെരി മച്ച് അബ്സോർബ്ഡ് ഇൻ ഹെർ വർക്ക്. ദസ് മോണ്ടിസോറി ഡിസ്കവേർഡ് എ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ചൈൽഡ് റിപ്പീറ്റേഷൻ ഓഫ് എക്സസൈസ്. നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. മോണ്ടിസോറി മെത്തേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം, ആ കുട്ടി ഒരേ എക്സസൈസ് തന്നെ എന്ത് ചെയ്യും, വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുമെന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ആരും മനസ്സിലാക്കുന്നു? ഡോക്ടർ മറിയ മോണ്ടിസോറി മനസ്സിലാക്കുന്നു. ഇനി ഹൗ ഡിഡ് മോണ്ടിസോറി ഫൗണ്ട് ദ ഫീലിംഗ് ഫോർ ഓർഡർ? ഇനി ഓർഡർ ആണ്, ക്രമം. ഒരു ക്രമം കൃത്യമായിട്ട്, ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമം എന്നാണ് അർത്ഥം. ഇനി മോണ്ടിസോറി കുട്ടികളിൽ ഒബ്സർവ് ചെയ്ത സമയത്ത് അവർ കണ്ടത് കുട്ടികളെല്ലാം ക്രമത്തിൽ വെക്കാൻ ഭയങ്കര താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു ഓർഡറിൽ എല്ലാം കൊണ്ടുപോകാൻ കുട്ടികൾ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഫീലിംഗ് ഫോർ ഓർഡർ എന്ന ഒരു കോൺസെപ്റ്റ് മോണ്ടിസോറി കണ്ടെത്തിയത് നോക്കാം. ചിൽഡ്രൻസ് ഫീലിംഗ് ഓഫ് ഓർഡർ വാസ് ഫൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് വെരി സിമ്പിൾ ഇൻസിഡൻറ്റ്. ഒരു ചെറിയ ഇൻസിഡൻറ്റിലൂടെയാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി മനസ്സിലാക്കുന്നത്. The mistress used to distribute and put back the material in its place after the use of children. അതായത് കുട്ടികളോട് ഒരു മെറ്റീരിയൽ, നമുക്ക് സാധാരണ അവർക്ക് വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാകും. ആ മെറ്റീരിയൽ ഉപയോഗിച്ചതിന് ശേഷം അത് ഉപയോഗിച്ച സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കാൻ വേണ്ടി പറയുന്നു. But when she was doing this, the children got up and stood around her. The teacher felt that they were disobedient. എന്താ സംഭവം എന്നറിയോ? മെറ്റീരിയൽ ഉപയോഗിച്ചതിന് ശേഷം, സംഭവം സിമ്പിളാണ്. ടീച്ചർ എന്ത് ചെയ്യുന്നു, ഒരു മെറ്റീരിയൽ എടുത്ത് കൊണ്ടുവരുന്നു. ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് കുട്ടിയെ ഇരുത്തി ആ മെറ്റീരിയൽ പഠിപ്പിക്കുന്നു. പഠിപ്പിച്ചതിന് ശേഷം ടീച്ചർ തന്നെ എന്ത് ചെയ്യുന്നു, ഈ മെറ്റീരിയൽ എടുത്ത സ്ഥലത്ത് തിരിച്ചു കൊണ്ടുവെക്കുകയാണ്. ആ സമയത്ത് കുട്ടി ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ടീച്ചറോടൊപ്പം തന്നെ കുട്ടിയും എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ടീച്ചർ മനസ്സിലാക്കുന്നു കുട്ടി എന്ത് ചെയ്യുക, അനുസരണയില്ലാത്തവരാണ്, കുട്ടി അനുസരണയില്ലാത്ത കുട്ടിയാണ്. കാരണം ഞാൻ മെറ്റീരിയൽ തിരിച്ച് കൊണ്ടുവെക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ആര് വരുന്നുണ്ട്, കുട്ടിയും വരുന്നുണ്ട്, കുട്ടി അവിടെ ഇരിക്കുന്നില്ല, അപ്പോൾ കുട്ടിക്ക് അനുസരണയില്ല എന്ന് ടീച്ചർ മനസ്സിലാക്കുന്നു. വെൻ മോണ്ടിസോറി വാച്ച്ഡ് ദീസ്
she understood that they what they want was to put the various objects back themselves. അപ്പോൾ മോണ്ടിസോറിക്ക് മനസ്സിലായി, മറിയാം മോണ്ടിസോറിക്ക് മനസ്സിലായി, ഒരു കുട്ടി ഒരു ഒബ്ജക്റ്റ് എടുത്താൽ അത് തിരിച്ച് കൊണ്ടുവെക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? ആ കുട്ടിക്ക് തന്നെ താല്പര്യമുണ്ട്. അപ്പോൾ കുട്ടി എടുത്ത ആ സാധനം തിരിച്ച് അതേ ഷെൽഫിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവെക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? കുട്ടിക്ക് താല്പര്യമുണ്ട്. സോ ഷീ അലൗഡ് ദം ടു ഡു സോ. അപ്പോൾ മറിയാം മോണ്ടിസോറി പറഞ്ഞു, നിങ്ങൾ എടുത്ത മെറ്റീരിയൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? തിരിച്ചു കൊണ്ടുവെക്കുക. Thus began a kind of new system of them to put things back and to tidy up any disorder. അപ്പോൾ അതിനുശേഷമാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്, എടുത്ത സാധനം കുട്ടി തന്നെ എന്ത് ചെയ്യട്ടെ? കൊണ്ടുവെക്കട്ടെ. അതിനാർക്ക് താല്പര്യമുണ്ട്? കുട്ടിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് മോണ്ടിസോറി മെത്തേഡിൽ ആ മെറ്റീരിയൽ എടുത്ത് കൊണ്ടുവരുന്നതും അത് പ്രവർത്തിക്കുന്നതും അതിൽ വർക്ക് ചെയ്യുന്നതും അതിനുശേഷം അത് തിരിച്ചു കൊണ്ടുവെക്കുന്നതും ഒക്കെ ആരായിരിക്കും? ആ കുട്ടിയായിരിക്കും. ദ ഫൈൻഡിങ് ഓഫ് ഫ്രീ ചോയ്സ്. ഇനി മറ്റൊന്ന് ഫ്രീ ചോയ്സ് ആണ്. ഏത് മെറ്റീരിയലാണ് പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈ കുട്ടിയാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം നോക്കാം നമുക്ക്. വൺ ഡേ ദ ടീച്ചർ ഫോർഗറ്റ് ടു ലോക്ക് ദ കപ്ബോർഡ്. ഒരു ദിവസം നമ്മുടെ കബോർഡ് എന്ത് ചെയ്യാൻ മറന്നുപോയി, ലോക്ക് ചെയ്യാൻ വേണ്ടി മറന്നുപോയി ടീച്ചർ. ഷീ കെയിം എ ലിറ്റിൽ ലേറ്റ് ദ നെക്സ്റ്റ് മോർണിംഗ്. പിറ്റേ ദിവസം വൈകിട്ടാണ് വന്നത് ടീച്ചർ. ദ ടീച്ചർ ഫൗണ്ട് ദാറ്റ് ദ സ്റ്റുഡൻസ് വർ ടേക്കിംഗ് തിങ്സ് ആൻഡ് ക്യാരിയിങ് ദം. അങ്ങനെ ടീച്ചർ നോക്കിയപ്പോൾ കാണുന്നത് എന്താ? ടീച്ചർ വരാൻ വൈകിയത് കൊണ്ട് കുട്ടികൾ കബോർഡിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? ഈ മെറ്റീരിയൽ എടുത്തു കൊണ്ടുവന്ന് അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ മോണ്ടിസോറി ഇന്റർപ്രറ്റഡ് ദാറ്റ് ദ ചിൽഡ്രൻ നൗ ന്യൂ ദ ഒബ്ജക്ട്സ് ആൻഡ് വർ ഏബിൾ ടു ചൂസ് ദം ആൻഡ് വർക്ക്. ഇപ്പോൾ കുട്ടിക്ക് ഒബ്ജക്റ്റുകളെ കുറിച്ച് മനസ്സിലാവാൻ തുടങ്ങി, അവർക്ക് ചൂസ് ചെയ്യാൻ തുടങ്ങി, അവർ സ്വന്തമായി വർക്ക് ചെയ്യാൻ തുടങ്ങി. Thus the freedom for choosing the activity began. അതിനുശേഷമാണ് ഫ്രീഡം ഫോർ ചൂസിങ് ദ ആക്ടിവിറ്റി എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ കുട്ടിക്ക് തീരുമാനിക്കാം ഏത് മെറ്റീരിയലാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാം. മോണ്ടിസോറി പ്രൊവൈഡഡ് ലോ പ്രെറ്റി കബോർഡ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് ചെറിയ കബോർഡാണ്. നമുക്ക് മുതിർന്നവർക്ക് ഉപയോഗിക്കുന്ന കബോർഡുകളല്ല മോണ്ടിസോറി ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കബോർഡുകളാണ്. Thus the principle of free choice came into existence. അങ്ങനെയാണ് ഫ്രീ ചോയ്സ് എന്ന ഒരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ചിൽഡ്രൻ ലൈക്ക് ആക്ടിവിറ്റീസ് നോട്ട് ദ ടോയ്സ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് ടോയ്സ് അല്ല ഇഷ്ടം, അവർക്ക് ആക്ടിവിറ്റിയാണ് ഇഷ്ടം. ആ ആക്ടിവിറ്റി ചെയ്യുന്നതാണ് ഇഷ്ടം, അല്ലാതെ അത് കാണുന്ന ടോയ്സ് അല്ല ഇഷ്ടം എന്ന മറ്റൊരു ചിന്ത. അതെങ്ങനെയാണെന്ന് ഉണ്ടായത് നോക്കാം. ദോ ദ സ്കൂൾ കണ്ടെയ്ൻ സം റിയലി വണ്ടർഫുൾ ടോയ്സ്, ദ ചിൽഡ്രൻ നെവർ ചൂസ് ദം. ഡോക്ടർ മോണ്ടിസോറി ഷോഡ് ദം ഹൗ ടു യൂസ് സച്ച് ടോയ്സ്. അപ്പോൾ കുട്ടികളെ നമുക്ക് ശരിക്കും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരുപാട് ടോയ്സ് നമുക്ക് സ്കൂളുകളിൽ കാണാം. പക്ഷെ കുട്ടികൾ അതൊരിക്കലും തന്നെ ചൂസ് ചെയ്യില്ല. ഓക്കെ. ദ ചിൽഡ്രൻ ഷോഡ് ഇൻട്രസ്റ്റ് ഫോർ സം ടൈം ബട്ട് ദെൻ ദേ വെൻറ്റ് എവേ. എവറി പാസിംഗ് മിനിറ്റ് വാസ് പ്രഷ്യസ് ടു ദം. ദേ ലൈക്ക്ഡ് മീനിങ് ചാലഞ്ചിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ കുട്ടികൾ കാണിക്കുന്നത് ആക്ടിവിറ്റി ചെയ്യാനാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, ഒരിക്കലും ടോയ്സിലല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം സ്പോണ്ടാനിയസ് ഡിസിപ്ലിനാണ്. സ്പോണ്ടാനിയസ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് രൂപീകരിക്കപ്പെടുന്ന ആ ഒരു അച്ചടക്ക സംവിധാനമാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഫ്രീഡം ദ ചിൽഡ്രൻ ആസ് എ ഹോൾ ഗേവ് ദ ഇംപ്രഷൻ ഓഫ് എക്സ്ട്രാ ഓർഡിനറി ഡിസിപ്ലിൻ. ഒരു എക്സ്ട്രാ ഓർഡിനറി ഡിസിപ്ലിൻ ഉണ്ടാവും ക്ലാസ്സിൽ. ഈവൺ ഇഫ് ദ ടീച്ചർ ഈസ് നോട്ട് ഇൻ ദ ക്ലാസ് റൂമിൽ ടീച്ചർ ഇല്ല എങ്കിൽ പോലും ഒരു ഡിസ്റ്റർബൻസും കുട്ടികളെ കൊണ്ട് ഈ മോണ്ടിസോറി മെത്തേഡിൽ ഉണ്ടാവില്ല. ദേ ടുക്ക് ദെയർ ഓൺ മെറ്റീരിയൽ, അവരവരെ സാധനം എടുത്തോളും. മെയ്ഡ് ദ സ്കൂൾ ടൈഡി, നന്നായിട്ട് സ്കൂള് വൃത്തിയായി സൂക്ഷിക്കും. ആൻഡ് ഇഫ് ദ ടീച്ചർ കെയിം ലേറ്റ് ഓർ ലെഫ്റ്റ് ദം എലോൺ, ടീച്ചർ വന്നില്ലേ, അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർ കുട്ടികളെ അവിടെ ഒറ്റക്കിട്ട് പോയോ, ഒന്നും മൈൻഡല്ല. എവ്രിതിങ് വെൻ വെൽ, ഒരു പ്രശ്നവുമല്ല. കുട്ടികൾ അവിടെ ഉണ്ടെങ്കിലോ ടീച്ചർ വൈകി വന്നെങ്കിലോ ടീച്ചർ ഇല്ലെങ്കിലോ ഒരു പ്രശ്നവുമില്ല. ഒരു സ്പോണ്ടാനിയസ് ഡിസിപ്ലിൻ ഈ ഒരു മോണ്ടിസോറി മെത്തേഡിൽ ആ ക്ലാസ് റൂമിൽ ഉണ്ടാകും. ദിസ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ വാസ് കമ്പൈൻഡ് വിത്ത് സ്പോണ്ടാനിറ്റി. അത് ഈ ഓർഡറും ഡിസിപ്ലിനൊക്കെ സ്പോണ്ടാനിറ്റിയിലൂടെ ഉണ്ടായതാണെന്നാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എക്സ്പ്ലോഷൻ ഓഫ് റൈറ്റിംഗ് ആണ്. ഇനി എഴുതാനുള്ള ആ ഒരു ചിന്ത, എങ്ങനെയാണ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത്. Once 2 or 3 illiterate mothers came to Dr. Montessori. 2-3
ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള അമ്മമാർ, എഴുത്തും വായന അറിയാത്ത അമ്മമാർ മറിയ മോണ്ടിസോറിയുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു, ആസ്ക്ഡ് ഹർ ടു ടീച്ച് ദെയർ ചിൽഡ്രൻ ഹൗ ടു റൈറ്റ് ആൻഡ് റീഡ്. നമ്മൾ ഡോക്ടർ മോണ്ടിസോറിയോട് പറഞ്ഞു, എൻ്റെ മക്കളെ എഴുത്തും വായനയും പഠിപ്പിക്കണം. സോ ഡോക്ടർ മോണ്ടിസോറി ടോട്ട് ദ ചിൽഡ്രൻ സം ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ്. അപ്പോൾ അവിടെ കുട്ടികളെ ആദ്യം എന്ത് ചെയ്തു? ആൽഫബറ്റ് പഠിപ്പിച്ചു, അക്ഷരങ്ങൾ പഠിപ്പിച്ചു. വിത്ത് ദ മിസ്ട്രസ് കട്ട് ഔട്ട് ഓഫ് ഹാർഡ് ബോർഡ്സ് ആൻഡ് സാൻഡ് പേപ്പർ. ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയത്, ഈ ലെറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ആർട്ട് ബോർഡുകളും അതുപോലെ തന്നെ സാൻഡ് പേപ്പറുകളും ഉപയോഗിച്ചിട്ടാണ്. സാൻഡ് പേപ്പറിൽ ഇങ്ങനെ ലെറ്റർ എഴുതിയിട്ടാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി ലെറ്റേഴ്സ് ഉണ്ടാക്കിയത്. ചിൽഡ്രൻ കുഡ് ടച്ച് ദം വിത്ത് ഫിംഗർ ടിപ്സ്. എന്ത് ചെയ്യണം? കുട്ടികൾ എന്ത് ചെയ്യണം? ഈ അക്ഷരങ്ങൾ ഫിംഗർ ടിപ്സ് കൊണ്ട് ടച്ച് ചെയ്യണം. എ എന്ന് എഴുതിയിട്ടുണ്ടാകും, ആ എ എന്ത് ചെയ്യുക? ടച്ച് ചെയ്യുക. ആൻഡ് ഫീൽ ദ ഷേപ്പ് ഇൻ റൈറ്റിംഗ്. എന്നിട്ട് അതിൻ്റെ ഷേപ്പ് എന്ത് ചെയ്യണം? അവർ മനസ്സിലാക്കണം. ആദ്യം എഴുതിപ്പിക്കാറില്ല മോണ്ടിസോറിയിൽ ആദ്യം ലെറ്ററിനെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ എ ലെറ്റർ ഉണ്ടെങ്കിൽ ആ എ ലെറ്ററെ ഫിംഗർ ടിപ്പ് കൊണ്ട് എന്ത് ചെയ്യുന്നു? ട്രേസ് ചെയ്യിപ്പിക്കുന്നു, ടച്ച് ചെയ്യിപ്പിക്കുന്നു. ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെറ്ററിൻ്റെ ഇമേജ് കുട്ടിയുടെ മനസ്സിൽ പതിയുന്നു. She also arranged them on a board, putting together the letters of similar shape. എന്നിട്ട് എന്ത് ചെയ്തു? ഒരേ സ്വഭാവമുള്ള ലെറ്ററുകളെല്ലാം തന്നെ, സിമിലർ ഷേപ്പിലുള്ള ലെറ്ററുകളെല്ലാം തന്നെ ഒരു ബോർഡിൽ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ആരുണ്ടാക്കി? ഡോക്ടർ മറിയ മോണ്ടിസോറി ഉണ്ടാക്കി. സോ ദാറ്റ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ലിറ്റിൽ ഹാൻഡ്സ് ഷുഡ് ബി യൂണിഫോം. അപ്പോൾ നമുക്ക് ഒരേ സ്വഭാവമുള്ള ലെറ്റേഴ്സിൻ്റെ മൂവ്മെൻ്റ് എല്ലാം തന്നെ ഒരേപോലെ ആയിരിക്കുമല്ലോ. One day, a child began to write and shout aloud, I have written. പെട്ടെന്ന് ഒരു ദിവസം കുട്ടി പറയാണ്, ഞാൻ എഴുതി. കുട്ടി എഴുതാൻ തുടങ്ങി. എഴുത്ത് പഠിപ്പിച്ചിട്ടില്ല. എന്താ ചെയ്തത്? സാൻഡ് പേപ്പർ ലെറ്ററിൽ കുട്ടിക്ക് ലെറ്റർ ഉണ്ടാക്കി കൊടുത്തിട്ട് ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്താണ്? അവരെ ട്രേസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദ അതർ ചിൽഡ്രൻ റഷ്ഡ് അപ്പ് ടു ഹിം ആൻഡ് വാച്ച്ഡ് വിത്ത് ഇൻട്രസ്റ്റ് the words that their play fellow had traced on the ground with a piece of chalk. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓടിപ്പോയിട്ട് ഇവളെന്താ ചെയ്യുന്നത്? ഐ ഹാവ് റിട്ടൺ എന്നല്ലേ പറഞ്ഞത്, ഞാൻ എഴുതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താ എഴുതിയെന്ന് ഇങ്ങനെ പോയി നോക്കി. സം ക്രൗഡഡ് ടു റൈറ്റ് ഓൺ ദ ബ്ലാക്ക് ബോർഡ്, സം സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഓൺ ദ ഫ്ലോർ. പിന്നെ ചില ആളുകൾ ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ തുടങ്ങി, പിന്നെ ഫ്ലോറിൽ എഴുതാൻ തുടങ്ങി. They began to write everywhere. അവിടെ ഇവിടെയൊക്കെ എഴുതാൻ തുടങ്ങി. Thus the written language started as an explosion and as an unexpected event. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എഴുതാൻ തുടങ്ങിയതാണ്. അവരെ ട്രേസ് ചെയ്ത് പഠിപ്പിച്ചപ്പോൾ അവർ എഴുതാൻ തുടങ്ങി. ബട്ട് വെൻ ബുക്സ് were given to the children, they were not interested. പക്ഷെ പുസ്തകം കൊടുത്തപ്പോൾ അവർക്ക് അതിൽ എഴുതാൻ താല്പര്യമൊന്നുമില്ല. It might be because they were not exposed to the way of reading. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർ വായിക്കാനുള്ള ഒരു എക്സ്പോഷൻ അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അവർക്ക് അതിൻ്റെ ഒരു കാരണം പറയുന്നത്. അപ്പോൾ അവർ പുസ്തകം കിട്ടിയാൽ അവർ വായിക്കാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് ആ വായിക്കാനുള്ള ഒരു എക്സ്പോഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, ദെൻ റീഡിങ് കെയിം ലേറ്റർ. പിന്നീടാണ് റീഡിങ് വന്നത്. എഴുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വായന വന്നത്. ഇറ്റ് വാസ് അബൌട്ട് 6 months later that the children began to understand what reading meant and they associated it with the writing. അപ്പോൾ അതേപോലെ എന്താണ് റീഡിങ് മെൻ്റ് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ എന്താണ് അവർ ഈ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലേറ്റർ ഓൺ വൈൽ ഡോക്ടർ മോണ്ടിസോറി വാസ് പ്രിപ്പയറിംഗ് മെറ്റീരിയൽ ഫോർ ടീച്ചിങ് പ്രിൻറ്റഡ് ആൽഫബറ്റ്, അല്ലെങ്കിൽ അതേപോലെ മെറ്റീരിയൽ ഫോർ ടീച്ചിങ് പ്രിൻറ്റഡ് ആൽഫബറ്റ് ഫോർ ബുക്ക് റീഡിംഗ് പ്രാക്ടീസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ബുക്ക് റീഡിംഗ് മെറ്റീരിയൽ എന്ന പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഡോക്ടർ മറിയ മോണ്ടിസോറി രൂപീകരിക്കപ്പെടുന്നത്. ദസ് ദ ചിൽഡ്രൻ ബിഗാൻ ടു റീഡ് ദ പ്രിൻറ്റഡ് മാറ്റർ ഇൻ ദ സ്കൂൾ. അതിനുശേഷമാണ് പ്രിൻറ്റഡ് മാറ്റർ എന്ത് ചെയ്യുന്നത്? അവർ വായിക്കാൻ തുടങ്ങിയത്. At the same time, their parents came to tell Dr. Montessori that the children stops in the street to read the signboard. അപ്പോൾ ഇവരുടെ അമ്മമാർ വന്നിട്ട് പറയാണ്, കുട്ടികൾ സൈൻ ബോർഡുകളൊക്കെ നോക്കി വായിക്കുന്നത് എന്ത് ചെയ്യാണ്? നിർത്തിയിരിക്കുകയാണ്. കാരണം അവർക്ക് പുസ്തകം എന്ന ഒരു കോൺസെപ്റ്റ് വന്നല്ലോ. സോ ദാറ്റ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ഗോ ഔട്ട് ഫോർ എ വാക്ക് വിത്ത് ദം. അപ്പോൾ അതുകൊണ്ട് അവരെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതി പറയാണ് രക്ഷിതാക്കൾ. മീൻസ് ഇവർക്കൊരു പുസ്തകം എന്ന രീതിയിൽ, ഒരു പ്രിൻറ്റിങ് മെറ്റീരിയൽ എന്ന രീതിയിലേക്ക് അത് കൊടുത്തു എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ റീഡിങ് വന്നത് പിന്നീടാണ്. ഓക്കെ,
അപ്പോൾ ആദ്യം വന്നത് റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് നേരിട്ട് കൊടുത്തില്ല. അതിൽ ചെയ്തത് എന്താണ്, സാൻഡ് പേപ്പറുകളിലും അതുപോലെ തന്നെ ഹാർഡ് ബോർഡുകളിലും ഒക്കെ ടൈപ്പ് ചെയ്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആ ലെറ്ററിൻ്റെ മുകളിലൂടെ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ട്രേസ് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എന്തായാലും നന്നായി പഠിക്കുക, പാഠഭാഗങ്ങളൊക്കെ കൃത്യമായി ഓർത്തു വെക്കുക.